കണ്ണീർ നനവുള്ള ഒരുപാട് അനുഭവങ്ങൾ മനസ്സിൽ തുന്നിച്ചേർത്തവരാണ് പ്രവാസികൾ. സഫലമാക്കാനുള്ള 1000 ആഗ്രഹങ്ങളുമായിട്ടാണ് പ്രവാസ ലോകത്തെത്തുന്നത്. അവിടെ ചെല്ലുമ്പോഴുള്ള അനുഭവങ്ങൾ ഒരുപാട് വേദന നിറഞ്ഞതാണെങ്കിലും വീട്ടുകാർക്ക് വേണ്ടി, നാട്ടുകാർക്ക് വേണ്ടി അവരവിടെ പിടിച്ചു നിൽക്കുന്നു. വീടിൻ്റെ അവസ്ഥ മാറണം, സാമ്പത്തിക സ്ഥിതി മെച്ചപ്പെടുത്തണം, മക്കളെ നന്നായി നോക്കണം, നല്ല വിവാഹബന്ധം ലഭിക്കണം, കൂട്ടുകാരുടെ മുന്നിൽ നല്ലൊരു ഇമേജ് വേണം. അങ്ങനെയുള്ള ഒത്തിരി സ്വപ്നങ്ങൾ. ഈ സ്വപ്നങ്ങളിൽ പലപ്പോഴും ഇടറിപ്പോയേക്കാം, ചിലപ്പോൾ പിടിച്ചു കയറി വന്നേക്കാം, സാമ്പത്തികമായി നല്ല ഉന്നതിയിലെത്തിയേക്കാം. ഇങ്ങനെ പല തോതിലുള്ള പ്രവാസികളും നാട്ടിലേക്ക് ഒടുവിൽ തിരിച്ചു വരുമ്പോൾ ഒരു വിരുന്നുകാരനായിട്ടാണ് വീട്ടുകാരും നാട്ടുകാരും കാണുന്നത്. എന്നാണ് ഇനി തിരിച്ചു പോകുന്നത്? പ്രവാസം മതിയാക്കിയോ? ഇത്തരത്തിലാണ് അവരുടെ ചോദ്യങ്ങൾ. ഈ ചോദ്യങ്ങൾക്കൊന്നും മറുപടി നൽകാൻ സാധിക്കുകയില്ല. പ്രവാസ ലോകത്തിരിക്കുന്നവർ നിങ്ങളുടെ ജീവിതം സന്തോഷകരമാക്കാൻ, വിശ്രമ ജീവിതം ആനന്ദകരമാക്കാനുള്ള പ്ലാനുകൾ മുന്നേ തയ്യാറാക്കുക. നിങ്ങളുടെ ജീവിതം നിങ്ങളുടേത് മാത്രമാണ്. അത് പ്രവാസം കഴിഞ്ഞ് നാട്ടിലേക്ക് വരുമ്പോൾ ശൂന്യമായി പോകരുത്. ഇവിടെ ആനന്ദകരമാക്കാൻ സാധിക്കണം. കൃത്യമായി നിക്ഷേപങ്ങൾ നിങ്ങൾക്ക് വേണ്ടി ഉണ്ടാവണം. ആരോഗ്യകാര്യത്തിൽ നല്ല ശ്രദ്ധ കൊടുക്കുക, നല്ല വ്യായാമങ്ങൾ ചെയ്യുക, ഭാവി ജീവിതം സുന്ദരമാക്കുക. നിങ്ങളോടൊപ്പം ഞങ്ങളുമുണ്ട്. ലെറ്റ്സ് ഗ്രോ ടുഗദർ വിത്ത് സഫാമി. താങ്ക് യു.